ഹായ് ഗായ്സ്, ഗലിബർ എന്ന യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വന്തം ബിഗ് ബോസ് മലയാളം സീസൺ 7 8th വീക്ക് വിഷനിലേക്കുള്ള വാശിയേറിയ വോട്ടിംഗ് ഇന്നലെ രാത്രിയോടെ ഹോട്ട്സ്റ്റാറിൽ ആരംഭിച്ചിരിക്കുന്നത്. നമ്മളിന്ന് ചൊവ്വാഴ്ച രാവിലെ 7 മണി വരെയുള്ള റൺ ഓഫീഷ്യൽ വോട്ട് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിലുള്ളത് 11 മത്സരാർത്ഥികളാണ്. ഈ 11 മത്സരാർത്ഥികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി തന്നെ വോട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ മത്സരാർത്ഥി സേവാത്തുള്ളൂ. അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്നും ആർക്കാണെന്ന് വോട്ട് ചെയ്യുന്നതും കൂടെ വീഡിയോ ഡേറ്റയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പരിമണിക്കൂറിലെ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങളും ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള എല്ലാ ന്യൂസുകളും അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുത്. ഏതായാലും ഇന്ന് രാവിലെ 7 മണി വോട്ടിംഗ് ലിസ്റ്റിൽ 1ാം പൊസിഷൻ അത് അനീഷാണ് തുടരുന്നത്. അനീഷ് വമ്പിച്ചൊരു മുന്നേറ്റമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ വിന്നറാകുമെന്ന് ഉറപ്പിച്ച് പറയുന്ന രീതിയിലുള്ള ഒരു വോട്ടിംഗ് പ്രകടനമാണ്. 9233 കൂറ്റം വോട്ട് നേടി 1ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 2ാം പൊസിഷനിൽ തൊട്ടു പിന്നാലെ ഷാനവാസ് ഉണ്ട്. ഷാനവാസിന് നല്ലൊരു വോട്ടിംഗ് പ്രകടനം നടത്താൻ സാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടെ അനീഷിനെ അട്ടിമറിക്കാൻ തക്ക വിധത്തിലുള്ള വോട്ടിംഗ് പ്രകടനം ഇതുവരെയ്ക്കും വന്നിട്ടില്ല. ഇപ്പോൾ 7455 വോട്ട് നേടി 2ാം പൊസിഷനാണുള്ളത്. 3ാം പൊസിഷൻ അട്ടിമറി മുന്നേറ്റമായിട്ട് വേദലക്ഷ്മി കയറി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചത്തെ അതേ രീതിയിലുള്ള ഒരു വോട്ടിംഗ് പ്രകടനമാണ് വേദലക്ഷ്മി ഇത്തവണയും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 5890 എന്ന വോട്ടിംഗ് നേടി 3ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 4ാം പൊസിഷനിൽ ആദിലയാണ് തുടരുന്നത്. ആദിലയും അട്ടിമറി മുന്നേറ്റം നടത്തിയാണ് കയറി വന്നിരിക്കുന്നത്. 5799 വോട്ടിൻ്റെ ബലത്തിലാണ് ഇപ്പോൾ 4ാം പൊസിഷനിലുള്ളത്. നൂറയുടെ പിൻബലം കൂടെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്രയും അധികം വോട്ട് നേടാൻ ആദിലെ കൊണ്ട് സാധിച്ചിരിക്കുന്നത്. 5ാം പൊസിഷനിൽ ജിസേലാണുള്ളത്. ജിസേൽ നേരത്തെ 4ാം പൊസിഷനിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ആദിലയുടെയും വേദലക്ഷ്മിയുടെയും മുന്നേറ്റത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ 5521 വോട്ട് നേടി 5ാം പൊസിഷനിലേക്ക് തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. 6ാം പൊസിഷനിൽ അക്ബറാണുള്ളത്. അക്ബറും നേരത്തെ 3ാം പൊസിഷനിലുണ്ടായിരുന്ന മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ വോട്ടിങ്ങിൻ്റെ തുടക്കത്തിലെ പ്രകടനം ഇപ്പോൾ കാഴ്ചവെക്കാനായിട്ടില്ല. ഇപ്പോൾ 5211 വോട്ട് നേടി 6ാം പൊസിഷനിലേക്ക് തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. 7ാം പൊസിഷനിൽ ബിന്നി സെബാസ്റ്റ്യൻ തന്നെ തുടരുകയാണ്. കുഴപ്പമില്ലാത്തൊരു വോട്ടിംഗ് പ്രകടനമായിട്ട് ബിന്നി സെബാസ്റ്റ്യൻ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ 4878 വോട്ടോടുകൂടി 7ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 8ാം പൊസിഷനിൽ ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സാബുമോൻ തന്നെ തുടരുകയാണ്. നേരത്തെ വോട്ടിങ്ങിന് തുടക്കത്തിൽ 8ാം പൊസിഷനിൽ തന്നെ തുടർന്നിരുന്ന മത്സരാർത്ഥിയാണ് സാബുമാൻ. ഇപ്പോൾ 4701 വോട്ട് നേടി 8ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 9ാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റം നടത്തി ജിഷിൻ കയറി വന്നിരിക്കുകയാണ്. വോട്ടിങ്ങിൻ്റെ തുടക്കത്തിൽ 10ാം പൊസിഷനിലുണ്ടായിരുന്ന മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ ആര്യനെ അട്ടിമറിച്ചുകൊണ്ട് 9ാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുകയാണ്. 4775 വോട്ടാണ് നേടിയിരിക്കുന്നത്. 10ാം പൊസിഷനിലേക്ക് ആര്യൻ തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത്തവണ പുറത്തു പോകാൻ ചാൻസ് കൽപ്പിക്കുന്ന മത്സരാർത്ഥിയായി മാറിയിരിക്കുകയാണ് ആര്യൻ. ഇപ്പോൾ നല്ല രീതിയിലൊരു വോട്ടിംഗ് കുറവ് കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ 4712 വോട്ട് നേടി 10ാം പൊസിഷനിലേക്ക് കൂപ്പുത്തിയിരിക്കുകയാണ്. 11ാം പൊസിഷനിൽ അഭിലാഷാണ് ഉള്ളത്. വോട്ടിങ്ങിന് തുടക്കത്തിലും ലാസ്റ്റ് പൊസിഷനിലായിരുന്നു. ഇപ്പോഴും ലാസ്റ്റ് പൊസിഷനിൽ തന്നെ തുടരുകയാണ്. ഡേഞ്ചർ സോണിലാണ്. 4608 വോട്ട് നേടിയാണ് 11ാം പൊസിഷനിൽ നില ഉറപ്പിച്ചിരിക്കുന്നത്. വരും മണിക്കൂറിലെ വോട്ടിംഗ് വളരെ നിർണായകമാണ്.